Hi everyone, I am Shani Dharmish from Learnwise. ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിന്റെ പുതിയൊരു സെഷനിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ലേൺവൈസിൽ എൻറോൾ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ലേൺവൈസിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് പലവിധ ചാനലുകൾ വഴിയായിരിക്കും. അതായത് യൂട്യൂബ് വഴി അറിഞ്ഞിട്ടുണ്ടാവാം, ഗൂഗിൾ സെർച്ച് വഴി അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി. ഇതൊന്നും അല്ലെങ്കിൽ ലേൺവൈസിൽ പഠിച്ചു കഴിഞ്ഞ ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന്, ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ കണ്ടുവരുന്ന ഒരു സംശയമാണ്. അതായത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് ശേഷം ലേൺവൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പൊതുവെ കാണുന്ന സംശയമാണ് എങ്ങനെ ലേൺവൈസിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. ഇത്തരത്തിൽ ഉള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക, അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വളരെ വിശദമായിട്ട് എന്താണ് നമ്മുടെ വിഷയം എന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ IGNOU പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി PG കോഴ്സുകൾക്കുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ടാണ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് IGNOU അഡ്മിഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വ്യക്തികൾ എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ലേൺവൈസിൽ ജോയിൻ ചെയ്യുകയും ലേൺവൈസിന്റെ സപ്പോർട്ടോടുകൂടി ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്യാനുള്ള മുഴുവൻ സപ്പോർട്ട് അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഡിഗ്രി വിഭാഗത്തിലേക്ക് വരുമ്പോൾ BBA, BCom ജനറൽ, BA ഓണേഴ്സ് ഇംഗ്ലീഷ്, BA ഓണേഴ്സ് ഹിസ്റ്ററി, BA ഓണേഴ്സ് സോഷ്യോളജി, BA ഓണേഴ്സ് സൈക്കോളജി എന്നീ 6 പ്രോഗ്രാമുകളും, MA ഇംഗ്ലീഷ്, MCom, MBA, MA സോഷ്യോളജി, MA സൈക്കോളജി എന്ന് പറയുന്ന 5 PG പ്രോഗ്രാമുകളുമാണ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും +2 ക്വാളിഫിക്കേഷനും, PG എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിസ്റ്റന്റ് ആയിട്ടോ റെഗുലർ ആയിട്ടോ കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇനി നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾ ആർക്കെങ്കിലും ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കരുതുക. നിങ്ങൾ ഈ താഴെ കൊടുത്തിട്ടുള്ള 2 കാറ്റഗറികളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്ന ഒരാളായിരിക്കും. അതിൽ ആദ്യം ഓൾറെഡി IGNOU ജോയിൻഡ് എന്ന് കാണാം. അതായത് നിങ്ങൾ ഓൾറെഡി IGNOയിൽ സ്വന്തം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലേൺവൈസിൽ അഡ്മിഷൻ എടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കോച്ചിങ്ങും കാര്യങ്ങളുമാണ് ആവശ്യമുള്ളതെന്ന് കരുതുക. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. ഇനി രണ്ടാം കാറ്റഗറി ആയിട്ടുള്ള നീഡ് ലേൺവൈസ് ഹെൽപ്പ് ഫോർ IGNOU അഡ്മിഷൻ. അതായത് നിങ്ങൾക്ക് IGNOU അഡ്മിഷൻ എടുക്കാനുള്ള സപ്പോർട്ട് പോലും ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും വേണം. ലേൺവൈസിന്റെ സഹായത്തോടു കൂടി IGNOU അഡ്മിഷൻ, ലേൺവൈസ് അഡ്മിഷൻ, ശേഷം ലേൺവൈസ് കോച്ചിങ്, ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളവരാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ രണ്ടാം കാറ്റഗറിയിൽ വരുന്നവരിൽ തന്നെ ഒരുപാട് വിഭാഗക്കാരുണ്ട്. അതിൽ ഏത് ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സ് എടുക്കണമെന്ന് സംശയമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് IGNOU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് കൺവിക്ഷൻ ഇല്ലാത്ത ഒരാൾക്കാരുണ്ടാവാം. സോ ഇവർക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ലേൺവൈസ് അഡ്മിഷൻ ടീമിന്റെ ഭാഗത്തു നിന്നും ലേൺവൈസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ 2 കാറ്റഗറികളിലും എങ്ങനെ ലേൺവൈസിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സപ്പോർട്ടാണ് ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇതേ നമ്പേഴ്സ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പേഴ്സ് ആണ് ഇവയെല്ലാം. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ലേൺവൈസിന്റെ അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അഡ്മിഷൻ ടീം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ അഡ്മിഷൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അക്കാദമിക് കൗൺസിലേഴ്സ് ഉണ്ട്, അതുപോലെ IGNOU അഡ്മിഷൻ സപ്പോർട്ട് ഡെസ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അഡ്മിഷൻ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. അവർ നിങ്ങളുടെ എലിജിബിലിറ്റിയും ബേസിക് ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കും. ശേഷം നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയത്തിലേക്ക് അക്കാദമിക് കൗൺസിലേഴ്സുമായിട്ട് ഒരു കോൾ അറേഞ്ച് ചെയ്തു തരും. പിന്നെ നിങ്ങളെ അക്കാദമിക് കൗൺസിലേഴ്സ് ആ ഒരു ടൈമിൽ കോൺടാക്ട് ചെയ്യുകയും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം എന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തുകയും ചെയ്യും. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനും ലേൺവൈസിൽ ജോയിൻ ചെയ്യാനും എളുപ്പമാവും. ഇനി ഇവിടെ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഓൾറെഡി IGNOയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലേൺവൈസിന്റെ ആപ്പിൽ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ കോഴ്സുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ അക്കാദമിക് കൗൺസിലേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ ലേൺവൈസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണാം learnwise.co എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. അതിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ അവർ കോഴ്സസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പരിശോധിക്കുകയും ഗെറ്റ് ദിസ് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ കോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും.
അപ്പോൾ പൊതുവെ ഞാൻ പറയുന്നു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 2 തരത്തിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. ആ പാക്കേജുകളെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതായത് ഇതുവരെ ഇഗ്നോയിൽ പോലും അഡ്മിഷൻ എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഇഗ്നോയിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ലേൺവൈസിന്റെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്നതായിരിക്കും. അങ്ങനെ ലേൺവൈസ് ടീമാണ് നിങ്ങളുടെ ഇഗ്നോ അഡ്മിഷൻ പൂർത്തീകരിച്ച് തരുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്ത് അയച്ചു തരണം. ആദ്യം തന്നെ അതിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയക്കേണ്ടതാണ്. പ്രധാന ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇവിടെ നോക്കുക, 100 KB താഴെ സൈസുള്ള നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫും സ്കാൻഡ് സിഗ്നേച്ചറും ആവശ്യമാണ്. അതുപോലെ 200 KB താഴെ സൈസുള്ള സ്കാൻഡ് കോപ്പി ഓഫ് റെലവന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഡിഗ്രിക്കാണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ അയക്കേണ്ടത് 10th ആൻഡ് +2ന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇനി PGക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അയക്കേണ്ടത് 10th +2 അതുപോലെ തന്നെ ഡിഗ്രി മാർക്ക് ഷീറ്റും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്കാൻഡ് കോപ്പി ഓഫ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ SC ST OBC എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് അയച്ചു തരാവുന്നതാണ്. അങ്ങനെ അഡ്മിഷൻ ഫോം നിങ്ങൾ പൂർത്തിയാക്കി അഡ്മിഷൻ ഫീസ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ലേൺവൈസ് അഡ്മിഷൻ ടീം നിങ്ങളുടെ ഇഗ്നോ അഡ്മിഷൻ പൂർത്തിയാക്കി തരുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ലേൺവൈസ് കോഴ്സുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫീസാണ്. ഇതിൽ നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വന്തം തന്നെ ഫീസ് അടച്ചിട്ടുണ്ടാവും. ഇനി ലേൺവൈസ് ടീമാണ് നിങ്ങളെ സഹായിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നിന്നും ലേൺവൈസ് അഡ്മിഷൻ ടീം ഈ ഒരു ഇഗ്നോ അഡ്മിഷൻ ഫീസ് കളക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേൺവൈസിലുള്ള എല്ലാ കോഴ്സുകൾക്കും 2 രീതിയിലുള്ള പാക്കേജുകൾ അവൈലബിൾ ആണെന്ന്. അതിൽ വിത്ത് മെന്റർഷിപ്പ് പാക്കേജും ഉണ്ട്, വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജും ഉണ്ട്. ഇതിൽ വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് ആർക്കൊക്കെയാണ് ചൂസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജ് ആർക്കാണ് യോജിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് 3 പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് വരാം. അതില് നിങ്ങൾ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പഠിക്കാൻ വരുന്നത് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ജോലി തിരക്ക് അല്ലെങ്കിൽ കുടുംബപരമായുള്ള ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് പഠിക്കാൻ വരുന്നതെന്ന് വിചാരിക്കുക. ഇതുമല്ലെങ്കിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരു കോഴ്സാണ് നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ PG എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. അതിൽ ഒട്ടും ബേസ് ഇല്ലാത്ത കോഴ്സ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ +2 സയൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, BCom ആണ് ഡിഗ്രി വിഭാഗത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും BComന്റെ ബേസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളുടെ പഠനത്തെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് ആണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ എനിക്കിത് പഠിക്കാൻ സാധിക്കുമോ, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് സമയം ഉണ്ടാവുമോ. ഇത്തരത്തിലുള്ള പേടിയും ടെൻഷനൊക്കെ നിങ്ങളുടെ പഠനത്തെ പിന്നോട്ട് വലിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്ററിന്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനും പഠനം കംപ്ലീറ്റ് ചെയ്യാനും അത് വിജയകരമായി പൂർത്തീകരിക്കാനുമുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിൽ തന്നെ ഈ ഒരു ബേസില്ലാത്ത പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മെന്ററിന്റെ ഒരു സഹായത്തോടു കൂടിയും അതിനുശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓൺ ബോർഡിംഗ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ വഴിയും ഈ ഒരു കോഴ്സിൽ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാനും ഇത്തരത്തിൽ വിത്ത് മെന്റർഷിപ്പ് പാക്കേജിന്റെ സഹായത്തോടു കൂടി സാധിക്കുമെന്നുള്ളതാണ് പ്രധാന വസ്തുത. അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാം സൈക്കോളജിയിലോ സോഷ്യോളജിയിലോ ഹിസ്റ്ററിയിലോ ഇംഗ്ലീഷിലോ മാനേജ്മെന്റിലോ കൊമേഴ്സിലോ അങ്ങനെ ഏത് വിഭാഗത്തിലാണെങ്കിലും ആ പെർട്ടിക്കുലർ വിഭാഗത്തിൽ PG അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ബിരുദം നേടിയ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റർ ആയിരിക്കും നിങ്ങളുടെ സഹായത്തിനായിട്ട് നമ്മൾ ലേൺവൈസ് അസൈൻ ചെയ്തു തരുന്നത്. ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഒരാൾ കൂടെ ആയിരിക്കും. ഡേ 1 മുതൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യാനുള്ള മുഴുവൻ സപ്പോർട്ടായിട്ടും അതുപോലെ കോൾ അല്ലെങ്കിൽ മെസ്സേജസ് വഴി നിങ്ങൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട സെഷൻസ് കണ്ടക്ട് ചെയ്തു തരുന്നതും നമ്മുടെ മെന്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ വിത്ത് മെന്റർഷിപ്പ് പാക്കേജിലാണ് വളരെ ലൈവായിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്ന സെഷൻസും അതുപോലെ തന്നെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അഡ്രസ് ചെയ്യുന്ന സംവിധാനങ്ങളും ഉണ്ടായിരിക്കുക. എന്തായാലും മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കും. ആകെ ആവശ്യമുള്ളത് അക്കാദമിക് കണ്ടന്റ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് വളരെ ക്വാളിറ്റി ഉള്ള വീഡിയോ ക്ലാസ്സുകൾ, അതിന്റെ നോട്ട്സ്,
എക്സാംസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള മെറ്റീരിയൽസ്. ഇത്രയുമാണ് ആവശ്യം. എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനാവും, കൃത്യമായിട്ട് ടൈം കണ്ടെത്താനാവും, വളരെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനാവും. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ തന്നെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജ് മതിയാവും. ഈ രണ്ട് പാക്കേജസിൽ നിന്നും കിട്ടുന്ന ഫീച്ചേഴ്സ് അനുസരിച്ച് ലേൺവൈസ് ഫീസിൽ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിലും ആപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കും. സോ ഇവിടെ വിത്ത് മെന്റർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംവിധാനം തന്നെ നിങ്ങളുടെ എക്സ്ട്രാ സപ്പോർട്ടിനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് 2 പാക്കേജസ് ഇൻ ലേൺവൈസ്. ഇനി ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കേണ്ട കേസുകളിൽ 2 തരം പ്രോഗ്രാമുകളുണ്ട്. അതിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസും വരുന്നു, ഇയർ വൈസ് പ്രോഗ്രാംസും വരുന്നു. സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. ഇയർ വൈസിലേക്ക് വരുമ്പോൾ 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ എക്സാംസ് അടുപ്പിച്ച് എക്സാം രജിസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അലേർട്സും അപ്ഡേറ്റ്സും കൃത്യമായിട്ട് സമയത്തിന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന കർമ്മം കൂടി ലേൺവൈസ് ടീമിന്റെ കടമയാണ്. അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡും ബാക്കി ഡീറ്റെയിൽസും ലേൺവൈസ് ടീമിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അയച്ചു തരുന്നതുമായിരിക്കും. 2 പാക്കേജുകൾക്കുമുള്ള ഫീസ് ലേൺവൈസിന്റെ ആപ്പ് വഴിയാണ് അടയ്ക്കേണ്ടത്. ഇതിൽ വിത്ത് മെന്റർഷിപ്പ് പാക്കേജ് എടുത്ത് ഫീസ് അടച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ട മെന്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ഓൺ ബോർഡിംഗ്, ഓറിയന്റേഷൻ തുടങ്ങിയ പ്രോഗ്രാമുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇനി വിത്തൗട്ട് മെന്റർഷിപ്പ് പാക്കേജ് എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിന്റെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ, കോഴ്സ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ലേൺവൈസിൽ എൻറോൾ ചെയ്തതിനു ശേഷം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിലും എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം, ഫോളോ ചെയ്യണം തുടങ്ങിയതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുന്ന വീഡിയോസ് ഈ സീരീസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതായിരിക്കും. സോ ലേൺവൈസിൽ എൻറോൾ ചെയ്തവരെല്ലാം വരാനിരിക്കുന്ന ആ വീഡിയോസ് കൂടി കാണുക. അതുപോലെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG എടുത്ത് കരിയറിലും ജീവിതത്തിലും വലിയ ഉന്നതങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലോ കുടുംബങ്ങളിലോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.